എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും മുട്ടേ നിൽക്കുക. യേശുവേ നാഥ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് വരാം. യേശുവേ നാഥ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുനിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുനിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജീവനുനിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ
സർവസ്വവും മുൻപിലച്ച് കുമ്പിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. കൂടി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും താലിയോട് ചേർത്ത് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, തിരുനാമത്തെ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കർത്താവിൻ്റെ അനുഗ്രഹീതമായ ഉടമ്പടി അഭിഷേക ദിനത്തിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ദിവ്യകാരുണ്യ സ്നേഹമേ യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ
അഭിഷേകത്തിനും ശാക്തീകരണത്തിനും ഏറ്റവും സുപ്രധാനമായ ഒരു വചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഉടമ്പടി എടുത്തവർക്കും അത് പുതുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 2 തിമോത്തി 2:1 അതാണ് ഫസ്റ്റ് വചനം. 2 തിമോത്തി 2:1 ഒരുമിച്ച് വായിക്കണം, പ്രാർത്ഥിക്കണം. 2 തിമോത്തി 2:1 എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. അപ്പം ആത്മീയ ബലത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ അതാണ്. നമ്മളെപ്പോഴാണ് ശക്തി സ്വീകരിക്കുന്നത്? നമ്മൾ ബലഹീനമാകുമ്പോഴാണ്, അല്ലേ? പല സാഹചര്യങ്ങളും, രോഗം, വ്യഥകൾ, ജീവിത പ്രശ്നങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, വിശ്വാസ തകർച്ചകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ ശക്തി ചോർന്നു പോകും. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴേ എന്താണ് സംഭവിക്കണം? നമുക്ക് ബേസിക്കായിട്ട് എന്താണ് നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ബേസിക്കായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ശക്തി ചോർന്നു പോകും. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ റീഫില്ല് ചെയ്യണത്? അത് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഹൗ ടു റീഫിൽ ദ പവർ ഓഫ് ഗ്രേസ്. എങ്ങനെയാണ് വീണ്ടും നമ്മൾ ശക്തി, അതാണ് ആദിമസഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം. എന്താണ്? പ്രിയമകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവിൻ. പറഞ്ഞേ, പ്രിയമകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവിൻ. അപ്പോഴ് നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ്? നമ്മളെ കൃപ ഇപ്പം ഉടമ്പടി തന്നെ വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ്, നോട്ട് ബൈ ഗ്രേസ്. അതിൻ്റെ പ്രഖ്യാപിതമായ ഇതാണ്, പ്രഖ്യാപിതമായ ഫോർമുലയാണത്. എന്താണ്? നിൻ്റെ മെറിറ്റ്, യോഗ്യതയാലല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരുന്ന കൃപ കിട്ടുമോ? കിട്ടത്തില്ല. അതാണ് അവിടെയാണ് പ്രോബ്ലം. ദൈവത്തിൻ്റെ ശരി, നമുക്ക് നിവർത്തിയില്ല, എന്നാൽ പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല എന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്നാണ് ആൾക്കാർ വിചാരിക്കും. ഇനി നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല, ഇനി ദൈവം എന്തെങ്കിലും ചെയ്യണം. ദൈവം എന്തെങ്കിലും വെറുതെ ചെയ്യത്തില്ല, ഓട്ടോമാറ്റിക് അല്ലത് സംഭവം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല, അതൊരു മാനുവൽ ആക്ഷനാണ്. അതാണ് വിഷയം. അത് വെരി സീരിയസ് സബ്ജക്റ്റ്. ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ കയറി പിടിക്കും, അങ്ങനെ പിടിക്കത്തില്ലേ? അതായത് നമ്മൾ സ്വാഭാവിക ഇൻവെർട്ടറൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ്? കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇൻവെർട്ടർ കയറി പിടിക്കും. അങ്ങനെ നമ്മൾക്ക് കറണ്ട് പോയാൽ, യോഗ്യത പോയാൽ ഉടനെ കൃപ കയറി പിടിക്കത്തില്ല. മനസ്സിലായില്ല? കാര്യം മനസ്സിലായ? യോഗ്യത പോയതെന്ന് പറഞ്ഞ് ഉടനെ കൃപ കയറി പിടിക്കത്തില്ല. അത് മാനുവൽ ഓപ്പറേഷനാണ്. ഈ മാനുവൽ ഓപ്പറേഷൻസ് ഒത്തിരി, ഇതിൻ്റെ ഉടമ്പടി ഇത്രയും വെടിക്കെട്ട് പോലെ നിൽക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൃപയുടെ മാനുവൽ ഓപ്പറേഷൻസ് ഭയങ്കരമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ അമ്മയുടെ ഈശോൻ്റെ നടക്ക് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് സത്യമേ പറയത്തുള്ളൂ, സത്യം. അല്ലാതെ തന്നെ ഞാൻ തമാശയൊക്കെ എൻ്റെ കൊളീഗ്സിനോടൊക്കെ തമാശയൊക്കെ പറയേ, അത് തമാശ ആയിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ, അല്ല സീരിയസ് കാര്യങ്ങൾ തമാശയായിട്ട് പറയത്തില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഇത് ഇപ്പോൾ ഈ നിങ്ങളുടെ പച്ചത്തിരി, ഉടമ്പടി, നീലത്തിരി, ഇതൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിച്ചെഴുതിയല്ല ഇത്. സത്യമായിട്ട് ഞാൻ ഈ അമ്മയുടെ ഈശോയുടെ നടക്ക് നിൽക്കുകയല്ലേ, ഉടമ്പടിയെക്കുറിച്ച് എഴുതാനിരുന്നപ്പോൾ വന്ന എല്ലാ വിഷയങ്ങളുമാണിത്.
ഉടമ്പടി തൈലം. ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല അങ്ങനൊരു സംഭവത്തെക്കുറിച്ച്. എഴുതിയപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആയി വരുന്നതാണ്. എന്നുവെച്ചാൽ ദൈവികമായി എഴുത്തെന്ന് പറയണത് നമ്മൾ വേറെ ലോകമാണത്. ശരിക്കും അത് സാഹിത്യ സൃഷ്ടി പോലല്ല. അത് സാഹിത്യ സൃഷ്ടി നമ്മൾ ആദ്യം സങ്കല്പിക്കത്തില്ലേ, സങ്കല്പത്തിൽ നിന്നല്ല വരുന്നത്. ഇതങ്ങനെയല്ല വരുന്നത്, ഇത് അഭിഷേകത്തിൽ നിന്നാണ് വരുന്നത്. സോഴ്സ് വ്യത്യാസമുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ഇപ്പോൾ ഉടമ്പടി നിബന്ധനയും അതുപോലെ തന്നെ നിയോഗവും സത്യം ഈശോയ്ക്കറിയാം, എനിക്കും അറിയാം. എന്താണ് അങ്ങനെ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നെന്ന്. ഉടമ്പടിക്ക് നിയോഗമുണ്ട്, നിബന്ധന ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് എഴുതി വിട്ട് കഴിയുമ്പോൾ അവർക്ക് ഞാൻ ദൈവമേ ഇതൊക്കെ വല്ല ബൈബിളിക്ക് റെഫറൻസ് ഉണ്ടോ? കാര്യം സഭയിൽ എന്ത് പറയണമെന്നുണ്ടെങ്കിലും 3 റെഫറൻസ് ഉണ്ടാകണം. അല്ലാതെ വായി തോന്നുന്ന പോലെ ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. സഭയിൽ എന്ത് പറയണമെങ്കിലും 3 റെഫറൻസ് ഉണ്ടാകണം. ഒന്ന് സഭയുടെ ഒന്ന് വചനത്തിന് അതിൻ്റെ അകത്ത് വേരുണ്ടാകണം, ബേസ്മെൻ്റ് ഉണ്ടാകണം, അടിത്തറ ഉണ്ടാകണം. ദൈവവചനത്തില്ലാത്ത ഒന്നും സഭയ്ക്ക് പഠിപ്പിക്കാൻ അധികാരമില്ല. രണ്ടാമത് സഭയുടെ 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ആ 2000 ഈ ബെനഡിക്റ്റ് മാർപ്പാപ്പ അക്കാലെ വെനഗിക്കോടിലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇത്രയും വാഴ്ത്തപ്പെട്ടത്? വളരെ നിശബ്ദനായി അവിടെ ജോലി ചെയ്ത ഒരാളാണ്. ഇത്രയും വാഴ്ത്തപ്പെട്ടതിന് വിഷയം ഈ പഠനങ്ങളെക്കുറിച്ച് റെഫറൻസ് അദ്ദേഹത്തിൻ്റെ അത്രയും ആർക്കുമില്ല. സഭയുടെ 2000 വർഷത്തെ പഠനങ്ങളെക്കുറിച്ചുള്ള അത് 1 by 1 ആയിട്ട് ഇങ്ങനെ ഒന്നിനൊന്ന് പൂരകമായിട്ട് നിൽക്കുകയല്ലേ, പരസ്പര വിരുദ്ധമല്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ വിഷയത്തിനും സഭയ്ക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ സഭയുടെ പഠനങ്ങളോട് യോജിച്ച് പോകണം. സഭയുടെ പഠനങ്ങൾ ഒറ്റയടിക്ക് ആർക്കെങ്കിലും എന്നെപ്പോലുള്ളവർക്ക് ഒറ്റയടിക്ക് കിട്ടുമോ? എത്രയോ വർഷത്തെ എൻ്റെ എക്സ്പേർട്സ് ഉണ്ട്, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ കൺകറൻറ്റ് ചെയ്യാതെ നമുക്ക് ഇതൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം കൺകറൻസി ചെയ്തപ്പോഴെല്ലാം കറക്റ്റായിരുന്നു. ഇപ്പം ഉടമ്പടിക്ക് നിയോഗം ഉണ്ടാകുക, നമ്മൾ അവിടെ വെക്കണത് എന്താണ്? നിയോഗമല്ലേ വെക്കണത് അല്ലേ? പിന്നെന്താണ്? നിയോഗത്തിന് നിബന്ധന. ആ നിബന്ധനയെ ശരിക്കും ഉടമ്പടിയെക്കുറിച്ച് എഴുതി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ബിബ്ലിക്കൽ റെഫറൻസ് നോക്കിയപ്പോഴാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിയോഗമുണ്ട്, നിബന്ധനയുണ്ട്. ഉടമ്പടി എല്ലാ ഫോർമാറ്റിലും നിയോഗമുണ്ട്, നിബന്ധനയുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് സ്വന്തമായിട്ട് ഇരുന്നുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ എളിമയോട് ദൈവമേ ഇത് എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് പോലും നീ എനിക്കിതെല്ലാം പറഞ്ഞു തന്നല്ലോ എന്ന് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഉടമ്പടി പക്ക ബിബ്ലിക്കൽ മാത്തമാറ്റിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് നമുക്ക് ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇനി റിസർച്ച് ചെയ്യേണ്ടി വരും. അതായത് വചനഗണിതത്തിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് മുഴുവനും. കാര്യം എല്ലാം ഒന്നിനൊന്ന് പൂരകമായിട്ട്. അതുകൊണ്ട് തന്നെ പക്കയായിട്ട് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്താൽ അതായത് A+B² എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് അംബിഗ്വേഷൻ, ഒരു ഹൈപ്പോത്തസിസ് അങ്ങനെ ഒന്നുമില്ല. ഇത് 2+2 4 വർക്ക് ചെയ്യും. ഇപ്പോഴെന്താ പറയണത്? പ്രിയ മകനെ, 2 തിമോത്തി 2:1 എന്താ പറയണത്? പ്രിയ മകനെ പറഞ്ഞേ, പ്രിയ മകനെ നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവേൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തിയാണ് ധരിക്കേണ്ടത് അല്ലേ, സ്വീകരിക്കേണ്ടത്. എന്താ കാര്യം? കൃപാവരം എന്ന് പറയുന്ന അത് വിഷയം ശക്തിയാണ്. അതുകൊണ്ടാണ് കൃപാവരം എന്ന് പറയുന്ന വിഷയം ശക്തിയാണ്. അതെപ്പോഴാണ് വരണത്? അത് ബലഹീനമായ ഒരു സാഹചര്യത്തിലാണ് ശക്തി വരണത്. ഇപ്പം നമുക്കൊരു ആകുന്ന സാഹചര്യങ്ങളില്ലേ, അപ്പം ഞാൻ പറയും ടാപ്പിംഗ് ടൈം, ലോഡിങ് ടൈം എന്ന് പറയും. ടാപ്പിംഗ് ടൈം, ലോഡിങ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, രോഗം കൊണ്ട് ബലഹീനമാകാം, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കൊണ്ട് ബലഹീനമാകാം, പിന്നെ ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം. ജോലി കിട്ടുമോ, വിസ സമയത്ത് വരുമോ, ഇങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ട്
ബലഹീനമാകാം. അപ്പോൾ ഇത് കിട്ടണ വരെ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ടൈമാണ്, അല്ലെങ്കിൽ ലോഡിങ് ടൈം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഏറ്റവും ടോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞുള്ള ഇറ്റ് ഈസ് ഓവർ. അതായത് എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ ഒരു വിഷയം നേടിക്കഴിഞ്ഞാൽ അത് നേടുന്നവരെ അതിനു വേണ്ടി സഹിക്കേണ്ടി വരുന്ന സഹനങ്ങൾ, ആശങ്കകൾ, വ്യഥകൾ, സങ്കടങ്ങൾ, ഉത്കണ്ഠകൾ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്രീഡിങ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ യൂസ്ലെസ്സായിട്ട് കളയണത് ഇതാണ്. നിരാശപ്പെട്ട് കളയും. നിരാശപ്പെട്ടാണ് ഇത് കളയണത് പലപ്പോഴും. ഇതിൻ്റെ കറക്റ്റ് ടാപ്പിംഗ് ടൈം, അതായത് നമ്മൾ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ റബ്ബറാണെങ്കിൽ അത് വെട്ടുകണ ടാപ്പിംഗ് അല്ലേ, അല്ലെങ്കിൽ ചറം ഊറി അതിൻ്റെ ചിരട്ടയിലായിട്ട് ഇപ്പോഴും ഒരു പ്രത്യേക സാധനം വെച്ചിരിക്കണം ചിരട്ടയ്ക്ക് പകരം. ഞങ്ങളൊക്കെ സെമിനാരി പിടിക്കുമ്പോൾ ചിരട്ടയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേറെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം, പിന്നെ റെയിൻ ഗാർഡൊക്കെ വെച്ച് പ്രത്യേക പ്രൊഫഷണൽ ആക്കിയിട്ടുണ്ടത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഊറി വരുന്ന സമയം, അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ 11 മണിക്ക് റബ്ബർ തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ അതേ ഒരു ടൈമാണ്, ഞങ്ങളുടെ ഫ്രീ ടൈമാണ്. അപ്പോൾ കയറുമ്പോൾ ചിരട്ടയില്ലാതെ നോക്കും. അപ്പോൾ റബ്ബർ വെട്ടുകാരൻ ചിരട്ടയിൽ നിന്ന് പാലെല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സമയമാണ്. പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കുറച്ച് ഒരു 3/4 ചിരട്ടോളം വീഴും അതിൻ്റെ അത്. ആ 11 മണിയുള്ള ടൈമിനാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അല്ലാതെ ടാപ്പ് ചെയ്യേണ്ട സമയമല്ല, അത് ഊറി വീഴുന്ന സമയമാണ്. അത് ടാപ്പ് ചെയ്യേണ്ട സമയമല്ല, ഊറി വീഴുന്ന സമയം, പാല് ഊറി വീഴുന്ന സമയം. ഈ പാല് ഊറി വീഴുന്ന സമയം കൃപയ്ക്കുണ്ട്, ശരിക്കും ടാപ്പിംഗ് ടൈമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആശങ്കപ്പെടുന്ന ടൈമാണത്. പീഡിയ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, രോഗം സുഖമാകുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, പരീക്ഷ ജയിക്കുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക. ഈ ആശങ്കപ്പെടുന്ന ടൈമെന്ന് പറയണത് അത് ദൈവത്തിൻ്റെ ടൈമാണത്. അതാണ് നമ്മൾ തിരിച്ചറിയണം. അത് ദൈവത്തിൻ്റെ സമയമാണ്. പലപ്പോഴും അതായത് ഈ ടൈം മുഴുവനും പ്രാർത്ഥന കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. പിടികിട്ടില്ലേ? ഈ ആശങ്ക ടൈമെല്ലാം. അതുകൊണ്ട് ഞാനെപ്പോഴും ചെയ്യേണ്ടത്, അതായത് സ്വന്തമായിട്ടൊരു പ്രെയർ ഇതുപോലെ ഡിഫിക്കൽട്ട് ടൈംസ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉണ്ടാകണം നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ, മാനുവൽ അല്ലത്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പഠനകാലത്തായിരുന്നു, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് 4ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഉടനെ കർത്താവിൻ്റെ മാലാഖ് ചെല്ലും. കാര്യം എനിക്ക് അന്ന് അദ്ദേഹം അറിയാൻ പാടില്ലായിരുന്നു. കർത്താവിൻ്റെ മാലാഖ് ഭയങ്കര വെടിക്കെട്ട് പ്രാർത്ഥനയാണ്. പിന്നെയാണ് സെമിനാരിലെത്തി അതിൻ്റെ തിയോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ അനുഭവം ആണല്ലോ കയ്യിലിരുന്നതെന്ന്. അത്രയും ശക്തമാണ് ഈ കർത്താവിൻ്റെ മാലാഖ. നമ്മൾ അത് ത്രിസംഖ്യ ജപം എന്നൊക്കെ സന്ധ്യ ജപം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെല്ലണ ജപം അല്ല, അതിൻ്റെ അത് കണ്ടൻറ്റ് വൈസ് ഭയങ്കര ശക്തമാണത്. കണ്ടൻറ്റ് വൈസ് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മരുന്ന് വചിച്ചു, പരിശുദ്ധാത്മാ ഗർഭം ധരിച്ചു. അത് തന്നെയാണ് നമ്മൾ പിന്നീട് ജപമാലയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത് സഭയിൽ. അതാണ് ജപമാലയായിട്ട് ഡെവലപ്പ്. ആദ്യം ഈ കർത്താവിൻ്റെ മാലാഖ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് ഈ 12ാം നൂറ്റാണ്ടായപ്പോൾ ജപമാലയായിട്ട് കൺവേർട്ട് ചെയ്തത്. അത് ഭയങ്കര പവർ. ഇപ്പോൾ ജപമാല തന്നെ പ്രകാശത്തിൻ്റെ ദിവസങ്ങളായിട്ട് പിന്നീട് അതിൻ്റെ റേഞ്ച് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം യുദ്ധായുധങ്ങളാണ്, വാർ വെപ്പൺസാണ് ഇതെല്ലാം. പക്ഷേ ആദ്യമുള്ളത് കർത്താവിൻ്റെ മാലാഖയായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത് കർത്താവിൻ്റെ മാലാഖയാണ് ചെല്ലേണ്ടത്. ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും ഹോംവർക്ക് ചെയ്യാത്തപ്പോഴും അടി കിട്ടുമെന്ന് ഉറപ്പാകുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന സംഭവം കർത്താവിൻ്റെ മാലാഖയാണ്. കാരണം വീട്ടിലെ ജോലിയും ഹോംവർക്കും എല്ലാം കൂടി നടക്കത്തില്ലായിരുന്നു, അത്രയും പാടായിരുന്നു. അപ്പം നമ്മൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ചെല്ലണത് കർത്താവിൻ്റെ മാലാഖയാണ്. ഇത് എന്താ വെച്ചാൽ അന്ന് അതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രെയർ ഉണ്ടാകണം നല്ലതാണ്. നിങ്ങൾക്ക് ചൊല്ലി അഭിഷേകമാകണ പ്രെയർ, മാനുവലാകാതെ അഭിഷേകമാകണ പ്രെയർ എന്ന് വെച്ചാൽ കാര്യം അത് ഈ അതായത് ടാപ്പിംഗ് ടൈമിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം ഉണ്ടായി.
എന്താ സംബന്ധിച്ചാൽ അത് ഭയങ്കര ഒരു എൻജിനീയറാണ്, സയൻറ്റിസ്റ്റാണ്, IT സയൻറ്റിസ്റ്റാണ്. കാര്യം ഞാൻ എവിടെയൊക്കെ പറഞ്ഞ അമേരിക്കൻ സെക്യൂരിറ്റി, ബാങ്ക് സെക്യൂരിറ്റിയുടെ, നമ്മുടെ ഈ ഗേറ്റിംഗ് നിൽക്കുന്ന സെക്യൂരിറ്റി അല്ല, ബാങ്ക് സെക്യൂരിറ്റി, ബാങ്കിൻ്റെ IT സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ എപ്പോഴും ഇങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ ഹാക്ക് ചെയ്യും, അങ്ങനെ ബാങ്ക് തന്നെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കൻ ബാങ്കിൻ്റെ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ ഡിസ്മിസ്ഡ് ആയി അവിടെ നിന്ന്. ഡിസ്മിസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഇറങ്ങി, ഇനി അയാൾ ഇടുകയാണെങ്കിൽ അപ്ഡേഷൻ എക്സാമുണ്ട്. അപ്പോൾ ശമ്പളം എന്ന് വെച്ചാൽ വല്ലാത്ത പെശക്ക് ശമ്പളമാണ് ശരിക്കും. പക്ഷേ അത് വീണ്ടും അയാൾ അതിൻ്റെ അകത്ത് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പരീക്ഷ എഴുതണം. അത് 20 സീറ്റാ മറ്റേ ഉള്ളു ലോകത്തെമ്പാടുമായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 10,000-2,000 പേരുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ, ഇന്ത്യയിൽ സെൻറ്ററില്ല. ഇന്ത്യയിൽ സെൻറ്റർ വെച്ചാൽ ഓൺലൈനിൽ മദ്രാസിലാണ് ഔട്ട്ലെറ്റ് ഉള്ളത്, ഓൺലൈനിൻ്റെ തന്നെ. അപ്പോൾ അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായി പോകും. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായി പോകും. പിന്നെ തീർന്നില്ലേ പരിപാടി. പക്ഷേ ഈ മനുഷ്യൻ ആ സാക്ഷ്യം കഴിഞ്ഞ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ സാക്ഷ്യം എങ്ങനെ അറിയാമോ? സിസ്റ്റം ഓഫായപ്പോൾ ഞാൻ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന്. സിമ്പിൾ. ടാപ്പിംഗ് ടൈമിൽ വന്നേണ്ട. അപ്പം ഞാൻ ടാപ്പിംഗ് ടൈം വന്നപ്പോൾ ഈശോ എനിക്ക് എക്സാമ്പിൾ വന്നാൽ കണ്ട. അത് കറക്റ്റാണ്, ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന് പറയാൻ വേണ്ടി എനിക്ക് എക്സാമ്പിൾ വന്നാൽ കണ്ട. സിസ്റ്റം ഓഫായിപ്പോയി. സിസ്റ്റം ഓഫാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിരിക്കണം, അതവിടെ മാനുവലില്ല. നിങ്ങളുടെ സിസ്റ്റം ഓഫായാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന ഓൺ ചെയ്യണം. ഓൺ ചെയ്യല്ല, ഓൺ ചെയ്യപ്പെടണം. അപ്പോൾ അത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിടികിട്ടിയോ? ദൈവം സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇരട്ട പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ഈ സയാമിക് ഇരട്ടകളെപ്പോലെ ഒരുമിച്ച് വരികയല്ല, വരുന്നതാണ് വരണത്. ഞാൻ ഈ ഇരട്ടകളെ കാണുമ്പോൾ ചിരിച്ചോട് ചോദിക്കും, ആരാണ് മൂത്തത്? അപ്പോൾ പറയും, ചേച്ചിയേക്കാൾ 10 മിനിറ്റ് മാത്രമേ എനിക്ക് എളുപ്പമുള്ളെന്ന് പറയും. ചേച്ചിയേക്കാൾ 10 മിനിറ്റ് മാത്രമേ എനിക്ക് എളുപ്പമുള്ളെന്ന് പറയും. അപ്പോൾ വെച്ചാൽ ഇരട്ടയാണെങ്കിലും അതിന് ടൈമുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന, ദാറ്റ് മീൻസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അഭിഷേകമായി നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാർത്ഥന കുറേ നാൾ ചൊല്ലിക്കഴിയുമ്പോൾ അത് നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നമുക്ക് ആൻസറിങ് ഉണ്ടാകണം. അതാണ് എൻ്റെ വിഷയം. നമുക്ക് ശക്തി ലഭിക്കണം, നമുക്ക് ആശ്വാസം പ്രാപിക്കണം. അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥന ഉണ്ടാകുന്ന നോക്കണം. ചിലർക്ക് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ തന്നെ ശക്തി കിട്ടിക്കണം. ചിലർക്ക് നന്മ നിറഞ്ഞു പറയും ചെല്ലുമ്പോൾ ശക്തി കിട്ടും. എനിക്ക് ജപമാല മൊത്തം ചൊല്ലിയാലേ ശക്തി കിട്ടത്തുള്ളൂ. എനിക്ക് ജപമാല, കാര്യം ഞാൻ ഓട്ടോമാറ്റിക്കായി ജപമാല തുടങ്ങും ഉടനെ. നമ്മൾ ജപമാലയ്ക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജപമാല നിങ്ങൾ ഇങ്ങനെ ട്രാവലിംഗ് ജപമാല ഉണ്ട്. അതായത് നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ ജപമാലയല്ല, നമ്മൾ യാത്രാ ജപമാലയില്ലേ, ആ യാത്രാ ജപമാലയൊക്കെ സിമ്പിളാക്കി കളയണം. ഞാൻ സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ജപമാല എന്താ അഗ്നി ഇൻ ദ ഗാർഡൻ, സിമ്പിളായി. അല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂങ്കാവനത്തിൽ ധ്യാനം എന്നാ സംഭവം, ആ ഹെഡിങ്ങേ പറയത്തുള്ളൂ. യാത്രാ ജപമാലയിൽ ഹെഡിങ്ങേ ഉള്ളൂ. പിന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ ചൊല്ലിപ്പോരും. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അത് വിശുദ്ധീകരിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്, അവിടെ യാത്രാ ജപമാലയല്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമാകണം. ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കും നല്ലത്. നിങ്ങൾക്കതാ കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ചിലർക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചില ആൾക്കാർ ഇരുന്ന് ചെല്ലണ ആൾക്കാർ. കാര്യം പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരും. കാര്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിനു വേണ്ടി മാത്രം തന്നതാണ്. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രം തന്നതാണ് ആ സംഭവം. അപ്പം അതുകൊണ്ട് അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഈ നമ്മളുടെ ഉടമ്പടി നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്?
അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 കിട്ടിയ ആദ്യ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പിന്നീട് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴേ ഒരു അഭിഷേക പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കണം, നല്ലതാണ്. ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് സൂക്ഷിക്കുക. ചിലർക്ക് സുഹൃത ജപങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. സുഹൃത ജപങ്ങൾ, കുഞ്ഞു ജപങ്ങളില്ലേ, അതിനാണ് സുഹൃത ജപങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രെയർ കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണത് ടാപ്പിംഗ് ടൈമിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശങ്കകൾ, ഉത്കണ്ഠകൾ, പരവേശങ്ങൾ, സംഭ്രമങ്ങളുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളൊന്ന് നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ ആശങ്ക സമയങ്ങളിലും ഉത്കണ്ഠ സമയങ്ങളിലും അറിയാതെ അഭിഷേകമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് നൽകുകയും അത് ആവശ്യ സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ അധരങ്ങളിലേക്ക് വരുന്ന വിധം എന്നെ അങ്ങ് ശക്തീകരിക്കുകയും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, സാഗരമേ ശോകം കൂടും വെയിലേറിടുമ്പോ കരുണയിൻ സാഗരമേ ശോകം കൂടും വെയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുള കൃപയരുള അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പുകഴ്ചയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമേ തന്നെ ഇപ്പം കൃപയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉടമ്പടിയുടെ മുഴുവൻ ഊർജം നമ്മളിലേക്ക് വരുന്നത് കൃപയുടെ രൂപത്തിലാണ്. അപ്പം ആദ്യമേ തന്നെ നമ്മളുടെ ഒരു വിഷയം എന്താണെന്നറിയാവോ? നമ്മൾ കുഞ്ഞുനാൾ മുതൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ അനുഗ്രഹം അങ്ങനെ പഠിച്ചിരിക്കണത് അല്ലേ? അതാണ് നമ്മുടെ ഒരു കുറവ്. നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്? അനുഗ്രഹം എന്നാ പിന്നെ അല്ലേ? പക്ഷേ അങ്ങനെയല്ല വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടത് കൃപ. അതാണ് വിഷയം. മനസ്സിലായില്ലേ? ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? കൃപ. ദാറ്റ് ഈസ് പവർ ഓഫ് ഗോഡ്. നമ്മൾ ഇഫക്റ്റ് ഓഫ് ദി പവറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം എന്താണ്? ഇഫക്റ്റ് ഓഫ് ദി പവറാണ്. അതായത് ദൈവശക്തിയുടെ ഒരു പ്രതിഫലനമാണ് അനുഗ്രഹമായിട്ട് വരുന്നത് ഇല്ലേ? അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അത് അധികം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൃപയെന്ന് മനസ്സിൽ വരണം. എന്താണ്? പവറാണ്. കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? പവറാണ്. എന്തുകൊണ്ടാണ് കൃപ പവറാണെന്ന് പറയാൻ കാര്യം? അത് 2 കൊറിന്ത്യൻസിൻ്റെ 12:9 എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. വായിച്ചോളൂ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കൃപയരുക, കൃപയരുക, അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലെ യാത്രയതിൽ
കൃപയരുൾക. വായിച്ചോളൂ. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്തോസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പം നിനക്ക് എൻ്റെ കൃപ മതി. ഒരു മനുഷ്യന് എന്താണ് ദൈവത്തിൽ നിന്ന് വേണ്ടത്? നിനക്കെൻ്റെ അനുഗ്രഹം മതിയെന്നല്ല, അല്ലേ? നിനക്കെൻ്റെ അനുഗ്രഹം മതിയെന്നല്ല, പിന്നെ എന്താണ്? നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ടത് ദൈവകൃപയാണ്. എന്തുകൊണ്ടാണ് ദൈവകൃപ മതിയെന്ന്, ദൈവകൃപ വേണമെന്ന് പറയാൻ കാര്യം എന്താണ്? എന്തെന്നാൽ, അടുത്ത വചനം കണ്ടല്ലേ, എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെ കൃപയ്ക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ശക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾക്ക് കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ ഗുണമെന്ന് പറയുന്നത്, ഈ ശക്തി നമുക്ക് ഓരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ, അല്ലേ? ഓരോരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ വൈദ്യശാസ്ത്രത്തിൽ. ശാസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ വ്യത്യാസം അതാണ്. അതായത് ശാസ്ത്രത്തിൽ ഓരോ കാര്യത്തിനും ഓരോരോ സൊല്യൂഷൻസാണ്. വിശ്വാസത്തിൽ എല്ലാ കാര്യത്തിനും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ്? പവർ ഓഫ് ഗോഡ്. കൈയടിച്ച് കിടത്താനും ശ്രുതികട. പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. കൃപയരുൾക അളവണ്ടി പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ഇപ്പോൾ വെളിപ്പെട്ടത്? അതായത് ശാസ്ത്രത്തിലെ ഓരോരോ വിഷയത്തിനും പർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ്. പക്ഷേ വിശ്വാസത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാ വിഷയങ്ങൾക്കും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ്? കൃപ എന്ന് പറയുന്ന സിംഗിൾ സൊല്യൂഷൻ. പറഞ്ഞ മനസ്സിലായില്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, അതായത് അവിടെ പേര് റീബ ഡെൻസിൽ, ഒരു നേഴ്സാണ് റീബ ഡെൻസിൽ. ഈ റീബ ഡെൻസിൻ്റെ സാക്ഷ്യം എന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ അവസ്ഥ, അവരുടെ ആമാശയത്തിൻ്റെ പുറകിൽ 3 മുഴകൾ, ആമാശയത്തിൻ്റെ പുറകിൽ വലിയ മുഴകളാണ്, ട്യൂമർ പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ആദ്യം ഒരെണ്ണമായിരുന്നു, പിന്നീട് ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴാണിത് 4 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ആമാശയത്തിൻ്റെ പുറകിലാണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ പാടാണെന്നൊക്കെ പറഞ്ഞു. അവിടം വരെ പോകാൻ കാരണം എന്താണെന്നറിയാവോ? നേരത്തെ ഇതുപോലെ വന്നിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്തതാണ്, അപ്പോൾ വീണ്ടും അത് വന്നതാണ്. അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ഓപ്പറേഷനിലൊക്കെ അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇവർക്ക്. അത് കാരണം ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാകുമല്ലോ. ഓപ്പറേഷൻ കഴിയുമ്പോൾ അവർ നേഴ്സായിരുന്ന അവർക്കാർക്ക് ടെക്നിക്കാലിറ്റീസ് എല്ലാം അറിയാം. ഓപ്പറേഷൻ ഇറ്റ്സ് ഓക്കെ, അത് കഴിയുമ്പോൾ ഹീലാകുമല്ലോ. അപ്പോൾ എനിക്കത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. ആദ്യത്തെ ഓപ്പറേഷൻ 4 ആമാശയത്തിൻ്റെ പുറകിലാണ്, 4 ട്യൂമറാണ്.
അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ടെൻഷൻ ഇല്ല. മനസ്സിലായില്ലേ? അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വിഷയമാണ്. ടെൻഷൻ ഉണ്ടാകണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കടമാണ്, ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണത്. നിങ്ങൾക്ക് പരീക്ഷ വരാൻ പോകുന്നു, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ലത്. കാര്യം ടെൻഷൻ ദൈവം തന്നിരിക്കുന്നത് എന്തിനാണത്? നമ്മളുടെ മെരിറ്റ് പോകുന്നൊരു സമയത്ത് യു ആർ ലൂസ്. ടെൻഷൻ നമ്മളോട് പറയണത് എന്താ? ആശങ്കകൾ, ഉത്കണ്ഠകൾ നമ്മളോട് പറയണത് എന്താണ്? യു ആർ ലൂസിങ് യുവർ മെരിറ്റ് എന്നാണ് പറയണത്, അല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത പോയിക്കൊണ്ടിരിക്കുന്നു, കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ ജനറേറ്റർ ഓൺ ചെയ്യാൻ സമയമായി. അത്രേ ഉള്ളൂ സംഭവം. ഇത് വളരെ നല്ല ഒരു ലാംഗ്വേജ്. ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു നല്ല ലാംഗ്വേജാണ്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ബലഹീനമാകുകയാണ്. അപ്പോൾ എന്താ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? നമ്മൾ ബലഹീനമാകുമ്പോഴെന്താ ചെയ്യേണ്ടത്? അത് ഓട്ടോമാറ്റിക്കാണത്. അവിടെ അത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ആകണമെങ്കിൽ അതൊക്കെ കുറച്ച് മാനുവൽ പരിപാടിയുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് നമ്മൾ വായിച്ചു തന്നെ എടുത്തുള്ളൂ. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്തോസ് 12:9 പറഞ്ഞോളൂ. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ മുമ്പൊരു വിഷയമുണ്ട്. എന്താ കാര്യം വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഒരു വിഷയം, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ആവസിക്കുകയാണ് ചെയ്യണത്. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ആവാസനമെന്നാണ്. അത് നമ്മുടെ ഇപ്പോൾ ശക്തി, കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കുക. ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബലഹീനതയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പീഡിയോ ദാറ്റ് മീൻസ് ഒരു മിനിമം ബലഹീനത നമുക്കുണ്ടാകണം. അത് ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൃപയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെന്താ പറഞ്ഞത്? റീബ ഡെനിസ് എന്താ പറയണത്? 4 ആമാശയത്തിൻ്റെ ബാക്കിൽ 4 ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ഒരെണ്ണം വലുതായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. കാര്യം അവരെക്കുറിച്ച് എനിക്ക് സാങ്കേതിക കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഹീലിംഗ് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല. ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യോഗ്യതയിൽ നിന്ന് നമ്മൾ വി ആർ ലൂസിങ് അവർ മെരിറ്റ് എന്നായി ടെൻഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായോ? നമ്മളുടെ യോഗ്യത നഷ്ടപ്പെടുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഓപ്ഷൻ. ഓരോ ടെൻഷനും നമ്മളോട് പറയുന്ന സംഭവം എന്താണ്? കൃപയുടെ കാലമായി, ഇനി നിൻ്റെ യോഗ്യതയുടെ കാലം കുറയുന്നു. ക്ലിയർ അല്ലേ? ഇത് നിങ്ങളുടെ യോഗ്യതയുടെ കാലം കുറയുന്നു. എല്ലാത്തിനും മനുഷ്യന് ഒരു യോഗ്യതയുണ്ട്. പഠിക്കാനൊരു യോഗ്യത ഇല്ലേ? പഠിക്കുന്നതിനൊരു യോഗ്യതയുണ്ട്. മെമ്മറി ഒരു യോഗ്യതയാണ്. ആരോഗ്യം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ നമ്മളെ സംതൃപ്തരാക്കുന്നതും നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ആത്മവിശ്വാസത്തിൽ നിലനിർത്തുന്നതൊക്കെ നമ്മുടെ യോഗ്യതകളാണ്. നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? നമ്മുടെ യോഗ്യതയാണ്, നോട്ട് ദൈവമല്ല. കാര്യം മനസ്സിലായില്ലേ? ഇത് വെരി സീരിയസ് ആണിത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കോ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതൊരിക്കലും ദൈവമല്ല. അത് നമ്മൾക്കുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് മെറിറ്റ്സ് ആണ്. മനസ്സിലായ? ഇവിടെ ടോർപ്പഡോ വരുമ്പോഴാണ് കൃപയുടെ കാലം ആരംഭിക്കുന്നത്. നമ്മൾക്ക് ആത്മവിശ്വാസം, ഇപ്പോൾ പണമുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പണമുണ്ട്, അത് ആത്മവിശ്വാസം തരും നിങ്ങൾക്ക്. ബാങ്ക് പൊളിയണത് വരെ ആത്മവിശ്വാസം തരും.
മനസ്സിലായില്ലേ? ബാങ്ക് മൊറട്ടോറിയം ആയെന്ന് പറയുമ്പോൾ തന്നെ അത് എല്ലാ നമ്മൾ പുറകോട്ട് വയ്ക്കും. എന്താണ് നമുക്ക് അറ്റാക്ക് അടിക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മളുണ്ട് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആത്മവിശ്വാസങ്ങളാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആത്മവിശ്വാസം മെരിറ്റിൽ നിന്ന് വരണതാണ്, വിശ്വാസത്തിൽ നിന്ന് വരണത് കൃപയാണ്. ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഇത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഒരു ബൈബിൾ ഗണിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമല്ല, മറിച്ച് ഭൗതികമായിട്ടുള്ള കപ്പാസിറ്റീസാണ്. പൊന്ന്, പണം, പറമ്പ്, പാർട്ടി, സ്വാധീനിക്കാൻ ആൾ, റെക്കമെൻഡ് ചെയ്യാൻ ആൾ, ഇതെല്ലാം മെറ്റീരിയലാണ്. ഇങ്ങനെ മെറ്റീരിയലായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയണതാണ് പലപ്പോഴും നമ്മളുടെ യോഗ്യത എന്ന് നമ്മൾ പറയണത്. പക്ഷേ ദൈവ പൈതലേ, നീയും ഞാനും ഓർക്കാൻ ദൈവം പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഈ ലോകത്തുള്ള പകുതി മുക്കാൽ കാര്യങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായ മെറ്റീരിയൽ ബെനഫിറ്റ്സ് കൊണ്ടല്ല റൺ ചെയ്യണത്, നോട്ട് ബൈ മെറിറ്റ്. അതാണ് എഫേസ്യൻസ് 2:6 വായിച്ചോളൂ, ഒന്നൊരു വായിച്ചോളൂ. എഫേസ്യൻസ് 2:6 നമുക്ക് ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുള, കൃപയരുള, വളവണ്ടി പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുള. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുള. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഫേസ്യൻസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. എന്ന് പറഞ്ഞ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെടുന്നതിൻ്റെ നിത്യരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവികമായ പദ്ധതിയാണ്. അവിടെ ഒന്നും ആത്മവിശ്വാസത്തിനും മെറ്റീരിയലായിട്ടുള്ള നമ്മുടെ യോഗ്യതയ്ക്കൊന്നും ഒരു നിലയുമില്ല, നമ്മുടെ ആസ്തിയില്ല. അതുകൊണ്ടാണ് അതിന് ഫുൾ ആൻഡ് ഫുൾ ഗ്രേസാക്കി ദൈവം വെച്ചത്. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ കൃപയാലാണ് എന്ന് പറഞ്ഞു. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പം വിശ്വാസത്തിന് വലിയ അടിസ്ഥാനമായ ഒരു വിശ്വാസത്തിന് പ്രത്യേകിച്ച് വിശ്വാസം എന്ന് പറഞ്ഞ മക്കളെ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് ഈ നിത്യരക്ഷ എന്ന് പറയുന്ന വിഷയം മാനുഷികമായിട്ട് നടക്കാത്തതാണ്. അത് ദൈവികമായ കാര്യമായത് കൊണ്ടാണ് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് അത് കൃപയാലായിട്ട് വരണത്. കൃപ കൊണ്ടേ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷേ നിത്യരക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിത്യജീവിതവും കൂടി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. നിത്യതയോളം മനുഷ്യൻ ജീവിക്കുന്ന വലിയൊരു പ്രോജക്റ്റാണത്. പക്ഷേ അതിൻ്റെ കാര്യം ഞാൻ സിമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, നിത്യരക്ഷ വലിയൊരു പ്രോജക്റ്റാണ്, എന്നായിരിക്കും അത് എന്നൊക്കെ. ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറയണത്, ഞാൻ നിത്യരക്ഷ എന്താണെന്ന് കണ്ട ആളാണല്ല. അതാണ് പ്രശ്നം. ഞാൻ സിമ്പിളായിട്ട് പറയണത്, ഞാൻ അമ്മയെ ജീവനോടെ കണ്ട ആളല്ലേ.
ഒന്നല്ല, ഇവിടെ വെച്ചും പിന്നെ ഈജിപ്തിൽ വെച്ചും 2 പ്രാവശ്യം. ഈജിപ്തിൽ വെച്ച് അമ്മ 4 പേരെ എൻ്റെ വായിക്കൊണ്ടുവന്നിട്ട്, അതല്ലേ ഇപ്പം ഞാൻ വായ പൊളിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതൊക്കെ വല്ലതും പഠിച്ചിട്ട് പറഞ്ഞാണോ? പഠിക്കാനുള്ളതൊക്കെ ഞാൻ സെമിനാരി വെച്ച് ഞാൻ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അതായത് അച്ഛനായിട്ട് പോലും എനിക്ക് അവിടെ ലൈബ്രറി, എൻ്റെ മുറി ലൈബ്രറി മുഴുവനും പഠിത്തമാണ്. പുറത്തുള്ള ജോലി കഴിഞ്ഞാൽ പിന്നെ പഠിത്തമാണ്. പക്ഷേ ഞാനീ നിങ്ങളോട് പറയണ ഒന്നും ആ പഠിച്ച കൂട്ടത്തിലുള്ളതല്ല. ഞാനീ പറയണതെല്ലാം കർത്താവ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തരണ വചനങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പ്രാർത്ഥിച്ചങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് കർത്താവ് ലിങ്ക് ചെയ്ത് പുതിയ വചനങ്ങൾ തരണത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, വചനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോഴെന്താണ് നമ്മൾ പറഞ്ഞു കേട്ടത്, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ള വലിയ പദ്ധതി നിത്യജീവനോട് ബന്ധപ്പെട്ട കാര്യമാണത്. ഞാനെന്താ നിത്യജീവൻ സിമ്പിളായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവനേക്കാൾ വലുത് IELTS ആയിരിക്കും. അതെന്താ കണ്ടത്? നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണ വിഷയം അതാണ് നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണ വിഷയം. പക്ഷേ എൻ്റെ മക്കളൊരു സാധ്യത ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, അന്ന് മുതലാണ് കൃപ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. മനസ്സിലായ? ഇപ്പം നിങ്ങൾക്ക് എന്നാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവത്തിന് പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്, അല്ലേ? അതാണ് പ്രശ്നം. പക്ഷേ നിങ്ങളുടെ വിഷയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിനൊരു പ്രാധാന്യം, നിങ്ങളുടെ വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ഥലം വെക്കുക, വിവാഹം നടക്കുക, മക്കളുണ്ടാവുക, ഇങ്ങനെയുള്ള നിങ്ങളുടെ വിഷയത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിന് എപ്പോഴാണ് കൈവരിക, അപ്പോൾ മുതലാണ് ഈ കൃപ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഇപ്പോഴെല്ലാം നിങ്ങളുടെ വിഷയബന്ധിയായ വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ വിഷയബന്ധിയാണ്. അതാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതായത് വിഷയത്തെക്കാൾ നിങ്ങളുടെ ദൈവം വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിഷയത്തെക്കാൾ വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്കറിയത്തില്ലെന്ന് പറയും. എന്താ കാര്യം? പലർക്കും നിങ്ങളുടെ വിഷയത്തെക്കാൾ ചെറുതാണ് നിങ്ങളുടെ ദൈവം. അതാണ് എൻ്റെ വിഷയം, അതെൻ്റെ കാരണം. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ റീബ ഡെൻസിൻ്റെ സാക്ഷ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, റീബ ഡെൻസ് പറയുമായിരുന്നു, അവസാനം ഈ ട്യൂമറെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നതോടുകൂടി ഞാൻ പ്രാർത്ഥന നിർത്തി. അതാണ് സാധനം. ദാറ്റ് മീൻസ് നിങ്ങളുടെ വിഷയത്തെക്കാൾ ദൈവത്തെക്കാൾ വലുതായി വിഷയം. ക്ലിയർ അല്ലേ? അവർ പറയണത് അവർ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയ ട്യൂമർ വീണ്ടും ഒന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് അതായത് നമ്മളൊക്കെ സംഭവിക്കണേ ഇതിനേക്കാൾ ഡിസാസ്റ്റേഴ്സ് ആയിരിക്കും സംഭവം. അതായത് അവർക്ക് ആദ്യം ഒരു ഫീൽ ചെയ്തില്ല, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ സുഖമായിക്കൊള്ളുമല്ലോ, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സുഖമായിക്കൊള്ളല്ലോ. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സുഖമായിക്കൊള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്നാണ് അവർ പറയണത്. എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ടെൻഷൻ വേണ്ടതായിരുന്നു ആദ്യമേ. കാര്യം ടെൻഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നാഷണൽ ഹൈവേ ആണ്, പഞ്ചായത്ത് റോഡല്ല.
നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊരു നാഷണൽ ഹൈവേ ആണ്, അതുവഴിയാണ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലോഡ് വരുന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. നമ്മൾ ടെൻഷനെ പഴിക്കരുത്. അതൊക്കെ ദൈവം തന്നിരിക്കണം മനുഷ്യന്മാർക്ക്. അത് എന്നുവെച്ചാൽ ദൈവത്തിൽ ആശ്രയിപ്പം എനിക്കതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പണ്ട് ഇപ്പോഴെങ്ങുമല്ല, പണ്ട് എപ്പോഴും പള്ളികളിലൊക്കെ പോയി ധ്യാനിപ്പിക്കുമായിരുന്നു പണ്ട്. ഇപ്പം നമുക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതായത് പള്ളികളിലൊക്കെ പോയി ധ്യാനിപ്പിക്കുമ്പോൾ ഈ എൻ്റെ ഇടവകയിലെ മരിപ്പും, ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ 800 വീട്ടുകാരുണ്ടേ. അപ്പോൾ അവിടുത്തെ മരിപ്പും കല്യാണവും വേദപാഠവും സംഘടനാ പ്രവർത്തനവും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റു ഇടവകയിൽ പോയി ധ്യാനിപ്പിക്കാൻ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും, പള്ളിയോട് നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വരണത്, വല്ല ഉടുക്കത്തതാ സ്ഥൈര്യലേപനോ രോഗീലേപനോ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതോടുകൂടി പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ടൈം കുറയും. പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ വണ്ടി 70 പറപ്പിക്കുമ്പോൾ ഇത് അവിടെ എത്തുമ്പോഴൊക്കെ ഒരു തന്നെ കേത്തച്ച് പിടിച്ച് ഇത് വെക്കുക, ഇതിൻ്റെ ഇടയ്ക്കുള്ളിൽ പ്രിപ്പയർ ചെയ്യാൻ മറന്നു പോകും. മറന്നിട്ട് നമുക്ക് പറ്റാത്ത സമയം കിട്ടാത്തത് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ടെൻഷനാകും. പിന്നെ എന്ത് ചെയ്യും? വണ്ടിയിരുന്നുകൊണ്ട് ഈ സ്ഥലത്ത് എത്തണ വരെ ജവമാല എലിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താ അറിയുമോ? ഏത് ധ്യാനമാണ് ഏറ്റവും നല്ലോണം വിജയിച്ചത്, അഭിഷേകം ഉണ്ടായെന്ന് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടി ഞാൻ ടെൻഷൻ അടിച്ച ധ്യാനമായിരിക്കും. അതാണ് വിഷയം. ഞാൻ എന്തെങ്കിലും എൻ്റെ സഹോദരന് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എവിടെയെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നേ പറയത്തുള്ളൂ. കാര്യം കഥകൾ പറയത്തില്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങളൊന്നും പറയത്തില്ല. ഇവിടെ നമ്മൾ നേരിട്ട് കൺമുമ്പിൽ കണ്ട കാര്യങ്ങളെ പറയത്തുള്ളൂ എപ്പോഴും. കാര്യത്തിൽ അത് പക്കയായിരിക്കും. അത് എന്നിട്ട് ആൾക്കാരുടെ സ്വഭാവം അറിയാവില്ല. ആൾക്കാർ അത് കഥയില്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതുള്ളൂ. അങ്ങനെയല്ല, ഞാൻ എന്നും പറയുമ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ കൺമുമ്പിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ രീതി അതാണ്. അവർ പറയുമില്ല, കണ്ണുകൊണ്ട് കണ്ടത്, കൈകൊണ്ട് തൊട്ടത്, ചെവി കൊണ്ട് കേട്ടത്, ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അപ്പോൾ യോഹന്നാനൊക്കെ പ്രത്യേകിച്ച് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് യോഹന്നാൻ വിജയിക്കുകയും ചെയ്തത്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷത്തിൽ പറഞ്ഞാൽ ഏക്കത്തില്ല. അത് പൗലോസ് അപ്പോസ്തലൻ അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ 17-ാം അധ്യായത്തിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഏതൻസിൽ ചെല്ലുമ്പോൾ ഏതൻസിലെ കവികളുടെ ചില വചനങ്ങളൊക്കെ അവിടെ ഭിത്തിയിൽ എഴുതിയിട്ടിരുന്നത്, തൂണിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അതൊക്കെ കോട്ട് ചെയ്ത് അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം ആൾക്കാർ കേട്ടിട്ട് ഇറ്റ്സ് ഗുഡ് പ്രസംഗം എന്നൊക്കെ പറഞ്ഞു, നല്ല പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോയി. ഏറ്റില്ല. ക്രൂശിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് അതിന് ഭയങ്കരമായിട്ട്, ക്രൂശിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ സബ്സിഡി ഉണ്ട് ഒത്തിരി. അതിന് മറ്റേ സബ്സിഡി ഇല്ലല്ലോ പുള്ളി. അതാണ് വിഷയം. അതായത് ദൈവവചനത്തെക്കുറിച്ച്, ക്രൂശിനെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വർഗീയമായ സബ്സിഡി കിട്ടും. പൗലോസ് അപ്പോസ്തലൻ ഏതൻസിലെ കവികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സബ്സിഡി കിട്ടിയില്ല, ഗ്രാൻറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. തെണ്ടിപ്പിരിഞ്ഞ് അവിടെ നിന്ന് അവസാനം ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുള്ളിക്കാരൻ. എനിക്കതറിയാവുന്ന കാരണം ഞാനിങ്ങനെ അതൊന്നും മറ്റുള്ളവരുടെ കഥകളൊന്നും പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടത് അത് പറയും. ഇപ്പം ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ടെൻഷൻ അടിക്കുന്ന കാലത്ത് ആ ടെൻഷൻ പോലെ തന്നെ പ്രേയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം, സമാന്തരം. മനസ്സിലായ? ടെൻഷൻ അടിക്കുമ്പോൾ അടിച്ചങ്ങനെ കുത്തി കറണ്ട് അടിച്ച പോലെ കിടക്കരുത്. ടെൻഷൻ അടിക്കുമ്പോൾ കറണ്ട് അടിക്കണ പോലെ നമുക്ക് കിടക്കരുത്. പക്ഷെ ടെൻഷൻ അടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് ബദലായിട്ട്, അതിൻ്റെ ഒപ്പം സമാന്തരമായിട്ട് നീ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പ്രൊമോട്ട് ചെയ്യണം ജപമാല ഏതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ചില ആൾക്കാർ പറയും, ഞാൻ ഒരു വചനം തന്നെ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം. അപ്പം നിനക്കതാണ് അഭിഷേകം കിട്ടിയിരിക്കണത്. അപ്പം നീ അത് ചെയ്യണം. നിനക്കതാണ് അഭിഷേകം കിട്ടിയിരിക്കുന്നത്. എന്താണ്? എന്നെ ഇപ്പം ഫിലിപ്പിയർ 4:13 എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അപ്പം അതാണ് നിനക്കൊരു വചന അഭിഷേകമായി കിട്ടിയിരിക്കണമെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണം, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതിന് ടൈം കഴിയുമ്പോൾ ടെൻഷൻ എന്നൊക്കെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ അല്പായുസുകളാണ്. ടെൻഷനൊക്കെ അധികകാലം ഒന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? എല്ലാ ടെൻഷനെയും അതിജീവിച്ചുകൊണ്ട് അവൻ മരിച്ചു ഉയർത്തെന്നേറ്റവനാണ്. അവൻ്റെ കീഴിലാണ് ലോകത്തിലുള്ള എല്ലാ ടെൻഷനും. കൈയിടിച്ച് കർത്താവിനെ ഞങ്ങളിപ്പോൾ വിശ്വസിപ്പിക്കുന്ന എല്ലാ ഭാരങ്ങൾക്കും
പുറത്ത് കർത്താവേ ഒരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിക്കുവാൻ, പ്രഖ്യാപിക്കുവാൻ നിങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിഹാസമേ